ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി പലഹാരമെന്നോ സ്നാക്കെന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാട്ട. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കടലമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ലൂസ് ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. കട്ടകളില്ലാണ്ട് മാവ് മിക്സ് ചെയ്തെടുത്തു. മാവിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. മിക്സ് ചെയ്യുമ്പോൾ വിസ്ക് വെച്ച് മിക്സ് ചെയ്തോളോട്ടാ, കട്ട പിടിക്കില്ല. ഇതാണ് കേട്ടോ മാവിൻ്റെ പാകം. ദോശമാവിനേക്കാട്ടിലും കുറച്ചൊരു ലൂസ് ഉണ്ടാവണം. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. പകുതി സവാള ചെറുതായിട്ട് മുറിച്ചത്, പകുതി തക്കാളി, പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, പകുതി പച്ചമുളക്, മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു നുള്ള് ചാറ്റ് മസാല, പകുതി നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ ചില്ലി സോസ്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവ് ഒരു കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കവർ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ. നിങ്ങൾക്ക് ഇതുപോലത്തെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ കവർ ആയാലും എടുക്കാട്ട. അല്ല കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിയുടെ അടപ്പിൽ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം. കപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. റെഡിയാക്കി വെച്ചേക്കണ മാവ് കവറിലേക്ക് ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അറ്റം നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെക്കുക. ഇതിലൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കവറിൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവ് എന്തെങ്കിലും ഒരു ഡിസൈനിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൊരിപ്പിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തത് റെഡി ആയിട്ടിട്ട് ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. സ്പൂണിൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. നമുക്ക് അങ്ങനെ കിട്ടും ഇത്. അതുപോലെ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. അടുത്തതും ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി എടുത്തു. ഇതിൽ നമ്മൾ വേസ്റ്റ് കുറച്ചൊക്കെ വരുമല്ലോ ഉണ്ടാക്കി കഴിഞ്ഞ് ബാലൻസ്, അത് നമ്മൾ വെജിറ്റബിൾ മിക്സിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഷേപ്പ് എടുത്ത് വയ്ക്കുക ഒരു പ്ലേറ്റിൽ. കുറേശ്ശെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സും വെച്ച് കൊടുക്കാം. എല്ലാറ്റിലും അതുപോലെ നമുക്ക് മിക്സ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ചോളാണ് കേട്ടോ വേവിച്ച് വെച്ചേക്കണ, അത് വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി സ്നാക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.